ഹായ്, ഇതൊരു ജോർജിയൻ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. നമ്മൾ UAE-യിൽ നിന്ന് കുട്ടൈസിയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഫ്ലൈറ്റിലിരുന്ന് കണ്ട ഫസ്റ്റ് വ്യൂ ആണ്. UAE-യിലാണെങ്കിൽ കൊടും ചൂടിൽ നിന്ന് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കോടമഞ്ഞും ഗ്രീനറിയൊക്കെ ആയിട്ട് കുട്ടൈസി ഭയങ്കര സുന്ദരിയായിരുന്നു. അങ്ങനെ നമ്മളെ അവിടെ കൂട്ടാൻ വന്നത് നമ്മുടെ ഗൈഡ് ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ വഴിയിൽ കണ്ട ഒരു പാർക്കിൽ നമ്മൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. അടിപൊളി പാർക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പ്രൊമത്യൂസ് കേവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതൊരു നാച്ചുറൽ കേവാണ്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു അതിന് ഉള്ളിലൂടെ നടക്കുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ്. നാച്ചുറൽ തണുപ്പും പിന്നെ ആ ഒരു സൗണ്ടും അവിടെ ചെറിയ ചെറിയ വാട്ടർഫോൾസിൻ്റെ സൗണ്ടുകളൊക്കെ ആയിട്ട് പ്രൊമത്യൂസ് കേവ് അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പോയത് മാട്ടി വില്ലി കെനിയോൺ എന്ന വാട്ടർഫോൾ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഞാൻ ഓൾറെഡി അവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. ആ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിലെല്ലാം കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയതായിരുന്നു. പക്ഷേ അന്ന് വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് അവർ ആ ബോട്ടിംഗ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. ഒത്തിരി സങ്കടമായി. എന്നാലും ഈ വാട്ടർഫോൾസൊക്കെ കണ്ടപ്പോഴും വാട്ടർഫോൾസിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോഴും ഒക്കെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. ആ വാട്ടർഫോൾസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? നല്ല രസമാണ് അത് കാണാനും. എനിക്കല്ലെങ്കിലും ഈ വാട്ടർഫോൾസും ഫോറസ്റ്റ് ഏരിയയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലേസാണ്. അപ്പം അതിനുള്ളിലേക്ക് കയറിയ സമയത്ത് ഈ ഫോറസ്റ്റും വാട്ടർഫോൾസും ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത്. അങ്ങനെ അവിടെ കുറേ നേരം നമ്മൾ എൻജോയ് ചെയ്തു. അവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തിലായിരുന്നു. അപ്പനും മോളും അവർ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. മോൾക്കാണെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ ഒരു വെക്കേഷൻ കിട്ടിയതിൻ്റെ സന്തോഷവും അങ്ങനെ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയതിൻ്റെ ഹാപ്പിനെസ്സും അവളുടെ മുഖത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അവിടെ നടക്കാൻ ഇതുപോലെയുള്ള വഴികളും നമ്മൾക്ക് പിടിച്ച് നടക്കാനും ഒക്കെ സേഫായിട്ട് നടക്കാനുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. തിരിച്ച് നമ്മൾ കുട്ടൈസിയിലേക്ക് പോയി. അങ്ങനെ ഫസ്റ്റ് ഡേ കുട്ടൈസിയിൽ നമ്മൾ എൻജോയ് ചെയ്തു. ഇനി ബാക്കിയുള്ള സെക്കൻഡ് ഡേയുടെ പാട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ കുട്ടൈസി. അതിനുശേഷം നമ്മൾ ടിബിലിസിയിലേക്ക് പോയി. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. ഫസ്റ്റ് ഡേ സ്റ്റേ ടിബിലിസിയിലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചകളാണിത്. എന്ത് രസമാണല്ലേ, നമ്മുടെ കേരളം പോലെ തന്നെ. ടാറ്റാ.